ഇടയ്ക്കൊക്കെ വിഷമങ്ങളെ സ്നേഹിക്കുക. കാരണം വേനലില്ലെങ്കിൽ മഞ്ഞുകാലത്തിൻ സുഖം അറിയാൻ ആവില്ലെന്ന് ഓർക്കുക. ആളുകളോട് അവരുടെ തെറ്റിന് ക്ഷമിക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ സ്നേഹം എന്നത്. ട്രാക്കിലേക്ക് മടങ്ങിവരാൻ ചിലപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഒരു ചെറിയ സ്നേഹമായിരിക്കും. ആരെയെങ്കിലും യഥാർത്ഥത്തിൽ സ്നേഹിക്കാൻ സമയവും അനുകമ്പയും വിവേകവും ആവശ്യമാണ്. ശരിയായ വീക്ഷണകോണിൽ കണ്ടാൽ എല്ലാം മനോഹരമായി തോന്നും. വിദ്വേഷം താൽക്കാലികമാണ്, സ്നേഹം ശാശ്വതമാണ്. നിങ്ങളുടെ ജീവിതം നയിക്കേണ്ട രീതി തീരുമാനിക്കുക. ആദ്യ കാഴ്ചയിൽ തന്നെ ഒരു വ്യക്തിയുമായി പ്രണയത്തിലാകാൻ കഴിയുന്ന ഒരു അത്ഭുതമാണ് സ്നേഹം എന്നത്. ഒരു സ്വാർത്ഥ വ്യക്തിക്ക് ഒരിക്കലും യഥാർത്ഥ സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയില്ല. കാരണം സ്നേഹത്തിന് പങ്കിടൽ ആവശ്യമാണ്. ദുഃഖത്തിൻ്റെ തീവ്രത അറിയുന്നവർ പ്രണയിക്കില്ല. മറിച്ചാണ് എങ്കിലോ പ്രണയിച്ചവർ ദുഃഖിക്കാതെയും ഇരുന്നിട്ടില്ല. കൂടെ നടക്കുന്നവരല്ല കൂട്ടുകാർ. കൂട്ടത്തിലെ ഒരുത്തൻ്റെ പ്രശ്നത്തിൽ കൂടെ നിൽക്കുന്നവരാണ് യഥാർത്ഥ കൂട്ടുകാർ. നമുക്ക് വേണ്ടി ഒന്നും ചെയ്യാനായില്ലെങ്കിലും നമ്മളെ സന്തോഷിപ്പിക്കാൻ സ്നേഹിക്കുന്നവർ ചെയ്യുന്ന ശ്രമങ്ങൾ മാത്രം മതി മനസ്സ് നിറയാൻ, അതൊരു വാക്കിലൂടെ ആണെങ്കിൽ പോലും. ഒരു സ്ത്രീയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന പുരുഷൻ ആ സ്ത്രീയുടെ സുരക്ഷിതത്വത്തിന് ആദ്യം പ്രാധാന്യം നൽകുകയും വേണ്ട സംരക്ഷണം ഒരുക്കുകയും ചെയ്യും. നിങ്ങൾ ആരെയെങ്കിലും ആഴമായി സ്നേഹിക്കുമ്പോൾ അവർ നിങ്ങളുടെ ശക്തിയുടെ ഭാഗമാകും.